ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറോ സഹകരണ ബോർഡ് മെമ്പറോ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പദവികളോ ഒന്നുമില്ലാതെ 5 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പാർട്ടിയിലെ അംഗങ്ങളാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കരുത്ത്, CPM എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ 5 ലക്ഷത്തോളം ആളുകൾ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷേ അതിൽ മുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ ആദരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. എനിക്ക് ഈ വിഷയത്തിലുള്ളത് 2 വ്യത്യസ്ത നിലപാടുകളാണ്. ഒന്ന്, ഇന്നത്തെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളോട് വസ്തുതാപരമായി ഒരു വിശകലനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട്. 2, പാർട്ടി യഥാർത്ഥത്തിൽ സുധാകരനെ വേണ്ടത്ര അംഗീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്കുമാണ് ഉത്തരം. മൂന്നാമത്തതാണ്, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ, എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോവുക എന്നുള്ളത്. ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നാൽ, യഥാർത്ഥത്തിൽ ഈ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം പാർട്ടി സുധാകരൻ എന്താണ് നൽകിയത്? നിശ്ചയമായും സുധാകരൻ പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. 63 വർഷത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അത് ഓർമ്മപ്പെടുത്തുന്നു. 4 പതിറ്റാണ്ടിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് ഓർമ്മപ്പെടുത്തുന്നു. അത് ഒരു തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗത്വം അത് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹം കൊടുത്തതുപോലെ തന്നെ പാർട്ടിയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം വഹിച്ച പദവികൾ. അദ്ദേഹം SFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് വോട്ടവകാശം കിട്ടിയ നാൾ മുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പദവിയിലോ ഏതെങ്കിലും ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിലോ അല്ലാതെയായി ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞാൻ അദ്ദേഹത്തെ സുധാകരൻ സർ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നതും ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്നതും അങ്ങനെയാണ്. നേരിട്ട് സംസാരിക്കുമ്പോഴും സുധാകരൻ സാർ എന്നാണ് വിളിക്കുക. കാര്യം പാർട്ടി ക്ലാസ്സുകളിൽ കൃത്യമായ മാർക്സിസ്റ്റ് ലെനിനിസം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നയാളാണ് സുധാകരൻ സാറ്. അപ്പോൾ സുധാകരൻ സാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാണ് പാർട്ടിയിലെ അംഗങ്ങൾക്കൊരു വ്യക്തത വരുത്തുന്നത്. അതും ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ വിശദീകരിക്കുക. മണിക്കൂറുകളോളം ആ ക്ലാസ്സിൽ ഇരുന്നവരുണ്ട്. അവരിൽ പലരെയും പക്ഷേ ഇന്ന് അദ്ദേഹം നിരാശപ്പെടുത്തി. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം. സുധാകരന് വഹിച്ച പാർട്ടി പദവികൾ ഞാനൊന്ന് കണക്കെടുത്ത് നോക്കുകയായിരുന്നു. എന്തൊക്കെയാണ് സുധാകരൻ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വഹിച്ചത്? ശരിയാണ്, VS അച്യുതാനന്ദൻ 9 തവണയോളം നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള പരിഗണന യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ നിന്ന് സുധാകരന് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. 2 തവണ മന്ത്രിയായ സുധാകരനാണ്. പക്ഷേ അതും അല്ലാതൊരു ചരിത്രം കൂടി സുധാകരനുണ്ട്. എന്താണ് ആ ചരിത്രം? ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു സുധാകരൻ. ആലപ്പുഴയിലെ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു. ഇനി അതുകൂടാതെ അമ്പലപ്പുഴയിലെ നഗരസഭയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു പഞ്ചായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാരുമൂടിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വോട്ട് അമ്പലപ്പുഴയിലേക്ക് മാറ്റുകയും അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അമ്പലപ്പുഴയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, അന്ന് അധികാരം കിട്ടിയില്ല, അന്ന് നഗരസഭയിൽ അമ്പലപ്പുഴ നഗരസഭയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നമ്മൾ MLA എന്ന നിലയിൽ മാത്രമല്ല, തദ്ദേശ സ്ഥാപനത്തിൽ പോലും അദ്ദേഹം ജില്ലാ കൗൺസിൽ മത്സരിക്കുക കൂടാതെ നഗരസഭയുടെ പ്രതിനിധിയായും പ്രതിപക്ഷ നേതാവായിട്ടും ഇരുന്നിട്ടുണ്ട്. തീർന്നില്ല. കേരള സർവകലാശാലയിൽ 1984 മുതൽ 95 വരെയുള്ള 11 വർഷക്കാലം അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം ആ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന കാലയളവിൽ ഫിനാൻസ് കമ്മിറ്റി എന്ന സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൈകാര്യം ചെയ്തു. സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഫിനാൻസ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലയിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കി നടത്തുക. അതായത് ഏറ്റവും ഉയർന്ന സിൻഡിക്കേറ്റ് മെമ്പറാണ്. 11 വർഷത്തിൽ 5 വർഷവും. അപ്പോൾ 11 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന, 5 വർഷത്തോളം അമ്പലപ്പുഴ നഗരസഭയിലുണ്ടായിരുന്ന, അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന, ജില്ലാ കൗൺസിലിൽ ആലപ്പുഴയുടെ ജില്ലയുടെ അധ്യക്ഷനായിരുന്ന, 4 തവണ നിയമസഭയിലേക്ക് എത്തിയ, 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച, 2 തവണ മന്ത്രിയായ സുധാകരൻ ഇക്കുറി വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനമാനങ്ങളല്ലേ? അതറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ മലപ്പുറത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ EN മോഹൻദാസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് കൂടി അറിയണം. അദ്ദേഹത്തിന് ഒരു പദവിയും കൊടുത്തിട്ടില്ല. ആ അർത്ഥത്തിൽ പാർട്ടി സുധാകരന് കൊടുത്തതിൻ്റെ 10-1 100-1 പോലും പാർട്ടി ആ രീതിയിൽ പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെയാണ് ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നത്. അവിടെയാണ് കോടിയേരിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. എന്താണ്? ഒരു ബോർഡ് മെമ്പറോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും ആകാതെ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന 5 ലക്ഷം മനുഷ്യരിലാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്നുള്ളത്. ഇത് മനസ്സിലാകാത്തയാളല്ല സുധാകരൻ സാറ്. സുധാകരൻ സാറിന് തന്നെ അറിയാം, ഈ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് സുധാകരൻ സാർ തന്നെ ഉപയോഗിച്ച പദം
പദപ്രയോഗമുണ്ടല്ലോ, പിണറായി സഖാവ് പലപ്പോഴും ഉപയോഗിച്ച പദപ്രയോഗം, ബക്കറ്റിൻ്റെ തിരയ്ക്ക് കടലിലെ തിരയുടെ ശക്തി ഉണ്ടാവില്ല. അത് പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പാർട്ടി ക്ലാസ്സുകളിൽ ഉദ്ധരിക്കുന്ന വാക്കുകൾ മാർക്സിസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദർ എക്സിസ്റ്റൻസ് ബട്ട് എക്സിസ്റ്റൻസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ കോൺഷ്യസ്നസ്. നിങ്ങൾ സാഹചര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പാർട്ടിയായി മാറുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ജി സുധാകരനിൽ കണ്ടത്, ജി സുധാകരൻ തന്നെ പഠിപ്പിച്ച പാർട്ടി ക്ലാസ്സിലെ പാഠങ്ങൾ ജി സുധാകരൻ മറക്കുന്നതാണ്. അദ്ദേഹം പാർട്ടി വിട്ടിട്ട് പറയുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. സ്വതന്ത്രൻ എന്നൊരു പദപ്രയോഗം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ലേ സഖാവേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാനും നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാനും കഴിയുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വൈരുദ്ധ്യം. മാനവികനാകാൻ BJP-യിൽ ചേരുന്നത് പോലെ, മതേതരനാകാൻ ലീഗിൽ ചേരുന്നത് പോലെ, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് പറയുന്നതിലല്ലേ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ഇതെങ്ങനെയാണ് ജി സുധാകരൻ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയെന്ന് നിശ്ചയമില്ല. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്താണെന്നറിയോ? അമ്പലപ്പുഴയുടെ വികസനത്തിനു വേണ്ടി, കേരളത്തിന് വേണ്ടി ഞാൻ പോരാടാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരുടെയും ഒരു ധാരണ, എനിക്ക് ശേഷം പ്രളയം, അങ്ങനെ ഒരു നേതാവിന് തോന്നിയാൽ ആ പ്രസ്ഥാനം അന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിൽ അങ്ങായി വളർത്തിക്കൊണ്ടുവന്ന ശ്രീധരനെ പോലെ, അങ്ങ് അടക്കമുള്ളവർ കൈപിടിച്ചുയർത്തിയ മുതിർന്ന നേതാക്കളെ പോലെ അങ്ങ് കൊണ്ടുവന്നതാണ്. നാസറാണെങ്കിലും സലാമാണെങ്കിലും ബാക്കിയുള്ള നേതാക്കളാണെങ്കിലും എല്ലാം. ഇനിയും അങ്ങ് തന്നെ കൈപിടിച്ചുയർത്തേണ്ട നേതാക്കളുടെ നിരയുണ്ടായിരിക്കെ അങ്ങ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ഒരൊറ്റ കേവല ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ബാക്കിയെല്ലാം വ്യക്തിപരമായ യുഗയിൽ പാർട്ടിയിൽ നിന്ന് അങ്ങേക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങളുണ്ട്. അതൊന്നും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പലപ്പോഴും അതൊക്കെ പല ഘട്ടങ്ങളിലും ഒത്തുതീർപ്പാക്കേണ്ടതായിരുന്നു. പാർട്ടി കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ മനസ്സിലാക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പാർട്ടി വിടുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പാർട്ടി ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് നമ്മൾ കേട്ടുള്ളൂ. പാർട്ടിയും അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, പല പാർട്ടി നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, അദ്ദേഹം ഇനി ഈ കമ്മിറ്റിയിലിരിക്കുമ്പോൾ പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലേക്ക് പോകുമ്പോൾ ജി സുധാകരൻ അത് നടത്തുമോ എന്ന് പാർട്ടിക്ക് തന്നെ ആശങ്കയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. സലാം അവിടെ MLA ആയതിനു ശേഷം 10 തവണ ജി സുധാകരനെ പരിപാടികൾക്ക് നേരിട്ട് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. ഒരൊറ്റ പരിപാടി ജി സുധാകരൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ സുധാകരൻ സാറിന് തിരുത്താം. 11ാമത്തെ തവണ രേഖാമൂലം സലാം എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് രേഖാമൂലം കൊടുക്കുമ്പോൾ രേഖാമൂലം മറുപടി കൊടുത്തു, ഞാൻ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഖാവ് അങ്ങനെ പങ്കെടുക്കാതിരുന്നത്? അതിനുശേഷമല്ലേ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് മാറുന്നത്? നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ പ്രേക്ഷകർക്കറിയുമോ, അതിനു മുൻപ് 2 ഏരിയ സമ്മേളനങ്ങൾ നടന്നു. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമായിരിക്കുമ്പോൾ അതിലൊന്ന് ഉദ്ഘാടനം ചെയ്തത് എളമരം കരീമാണ്. പുന്നപ്രയിൽ വെച്ച് നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലാണ്. ആ 2 സമ്മേളനത്തിലും സംസ്ഥാന സമിതിയിൽ അംഗമായിരിക്കവേ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്, സ്വമനസാലെ പങ്കെടുക്കാതിരിക്കുന്നത് ആരും അറിയില്ല. പക്ഷേ ക്ഷണിക്കാതെ വരുമ്പോൾ അത് പുറത്തറിയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇത് വാസ്തവം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ 2 സൈഡും പറയുന്നതാണ്. അതിനുശേം നോക്കൂ, പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ. അതിൽ അദ്ദേഹം ഇന്ന് എളമരം കരീമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായിരുന്നു? അതിലെ പ്രധാനപ്പെട്ട 2, അതിലൊരെണ്ണം ഗുരുതരമായിട്ടുള്ളൊരു ചാർജാണ്. SDP പ്രവർത്തകർ സലാമിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ്. പ്രതിരോധിച്ചതിൻ്റെ ഒരു തെളിവ് പുറത്തു വന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് അസാധുവാവില്ലേ? അതൊന്ന്. രണ്ടാമത്തത്, സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യം കൂടി അതിനകത്ത് പരാമർശിച്ചിരുന്നു. അധികമാരും ചർച്ച ചെയ്യാതെ പോയ വിഷയമാണ്. ഞാനിതിനെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. സാമ്പത്തിക കാര്യം ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത്, അദ്ദേഹത്തിൻ്റെ സമയത്ത് അമ്പലപ്പുഴ അസാമാന്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികസനങ്ങളെല്ലാം സലാമിന് ഗുണകരമാകുന്ന രീതിയിൽ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വികസന രേഖ, വികസന ഡോക്യുമെന്റ് അത് ജി സുധാകരൻ പുറത്തിറക്കിയില്ല. അദ്ദേഹം അതിന് ഉത്തരവാദിത്വം ഏറ്റതാണ്. എന്നിട്ട് സലാം വിജയിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ കൂടി അവിടെ അമ്പലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്കൊരു പൂർണ്ണ വിശകലനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ UDF-ലേക്ക് പോവുക, അതൊരു ബൂർഷ്വാ സംവിധാനത്തിൻ്റെ പിന്തുണയോട് കൂടി സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളത് മാനവികനാകാൻ നിങ്ങൾ BJP-യിലേക്കോ സംഘപരിവാറിലേക്കോ പോകുന്നത് പോലെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഇദ്ദേഹത്തെ തുണയ്ക്കുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടി ഈ വിസ്മയമായി ജി സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഇത് കെ സി വേണുഗോപാലിന് അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, ലിജുവിനും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്തുണയ്ക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിൽക്കുന്ന ഘട്ടത്തിൽ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനുശേഷം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതിന് തൊട്ടുമുന്നിൽ നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളില്ലേ? എന്താണ് KR ഗൗരിയമ്മയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ സംഭവിച്ചത്? ഒടുവിൽ KR ഗൗരിയമ്മ UDF പാളയം വിട്ട് LDFിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KR ഗൗരിയമ്മ 94-ൽ പാർട്ടി വിട്ട് CMP ഉണ്ടാക്കി പോയതിനു ശേഷം, ക്ഷമിക്കണം, JSS ഉണ്ടായി പോയതിനു ശേഷം 2006-ൽ അരൂരിൽ ജയിച്ചോ? ഇല്ല. 2011-ൽ ചേർത്തലയിൽ ജയിച്ചോ? ഇല്ല. ഈ UDFിൻ്റെ കൂടെ പിന്തുണയോടുകൂടിയല്ലേ ഈ കാലുവാരിയത്? അതിലല്ലേ ഗൗരിയമ്മയ്ക്ക് നീരസമുണ്ടായിരുന്നത്? ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തനം, സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വന്നില്ലേ? കേരള മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി ഇന്നും പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാതിരുന്ന ഗൗരിയമ്മ, KR ഗൗരിയമ്മ ആ ഘട്ടത്തിൽ പാർട്ടിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിലോ എന്ന ചോദ്യമുണ്ടല്ലോ, വലിയ ചോദ്യമാണ്. MV രാഘവൻ എന്താ സംഭവിച്ചത്? MV രാഘവൻ കേരളത്തിലെ പിണറായി വിജയനോടൊപ്പം തന്നെ എടുത്തു വയ്ക്കാൻ പറ്റിയ പേരല്ലേ? ഒരുപക്ഷെ അതിനൊരു പടി കൂടി മുന്നിൽ നിൽക്കാൻ പറ്റുമായിരുന്ന പേരായിരുന്നില്ലേ? പക്ഷേ MV രാഘവൻ എന്ത് സംഭവിച്ചു? MV രാഘവൻ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തു. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ ആ സമയത്ത് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹം പോയിട്ട് CMP രൂപീകരിക്കുന്നു. അദ്ദേഹം CMP രൂപീകരിച്ചതിനു ശേഷം പിന്നീട് എവിടെയൊക്കെയാ പരാജയപ്പെട്ടത് നോക്കൂ. 93 അദ്ദേഹം വിജയിച്ചു. 96-ൽ ആറന്മുളയിൽ, എനിക്കൊന്ന് കടമനിട്ടയോടാണെന്ന് തോന്നുന്നു, പരാജയപ്പെടുന്നു. 2006-ൽ പുനലൂരിൽ പരാജയപ്പെടുന്നു, K രാജുവിനോട് പരാജയപ്പെടുന്നു. 2011-ൽ നെന്മാറയിൽ V ചിന്താമരാക്ഷനോട് പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയപ്പെടേണ്ട ഒരാളായിരുന്നോ MV രാഘവൻ? അതെ, ഒടുവിൽ മണ്ഡലം പോലുമില്ല. ദാ നോക്കൂ, ഇപ്പോ ഉള്ള CMPയുടെ നേതാവ് CP ജോണിന്റെ അവസ്ഥ എന്താ? CP ജോണിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തിരുവനന്തപുരം സെൻട്രൽ കിട്ടുമോ എന്ന് അറിയുമോ എന്നുള്ളതാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ഐസക്കിനും ഒരുപടി മുകളിലാകുമായിരുന്നു ഈ പറയുന്ന CP ജോണിന്റെ സ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം പ്രത്യയശാസ്ത്ര വ്യക്തതയുള്ള മനുഷ്യനാണ് CP ജോൺ. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ പാർട്ടിയിൽ അദ്ദേഹത്തിന് ചോയ്സ് ആയിരിക്കാം. പക്ഷേ UDFിലേക്ക് വന്നതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ് ഗൗരിയമ്മയുടേത്, MV രാഘവൻ്റെ, ഇപ്പോൾ CP ജോണിൻ്റേത്. തീർന്നില്ല. സിന്ധു ജോയി പാർട്ടി വിട്ടിട്ട് പോയില്ലേ? കോൺഗ്രസിൽ ചേർന്നില്ലേ? ഒടുവിൽ എന്ത് സംഭവിച്ചു? സിന്ധു ജോയി കേരളത്തിലെ SFIയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിന് എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ തന്നെയുള്ള മനോജിന്, KS മനോജിന് എന്താ സംഭവിച്ചത്? KS മനോജ് അന്ന് VM സുധീറിനെ പരാജയപ്പെടുത്തി പോയി. പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം KS മനോജ് ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അങ്ങനെ എത്രയെത്ര പേർ. ഏറ്റവും ഒടുവിൽ ദാ നിൽക്കുന്നു CC മുകുന്ദൻ. പാർട്ടിയെ വിശ്വസിച്ച് നാട്ടികയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എങ്ങനെ? മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചു കൊടുത്ത അഷുറൻസിന്റെ പേരിൽ. ഒടുവിൽ CC മുകുന്ദനെ ഇപ്പോൾ അവർ പിന്തുണയ്ക്കുന്നില്ല. നാട്ടികയിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ്. ഇതാണ് കോൺഗ്രസിനോടൊപ്പം പോകുന്ന ഇടതുപക്ഷ അനുഭാവികളുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചരിത്രം എപ്പോഴും. അബ്ദുള്ളക്കുട്ടി നമുക്കറിയാമല്ലോ, ഒടുവിൽ കോൺഗ്രസിൽ മേൽവിലാസമില്ലാത്ത BJPയിൽ പോയി അഭയം തേടേണ്ടി വന്ന നേതാവാണ് AP അബ്ദുള്ളക്കുട്ടി. അങ്ങനെ നേതാക്കളുടെ ഒരു നീണ്ട നിരയുണ്ട് നമ്മളുടെ മുന്നിൽ. അതെല്ലാം ഒരുപക്ഷെ അറിയാത്തയാളല്ല സുധാകരൻ സാറ്. പക്ഷേ സുധാകരൻ സാർ എടുത്ത തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ഒരു ബോർഡ് മെമ്പർ സ്ഥാനവും ഒരു PSC അംഗസ്ഥാനവും ഏതെങ്കിലും കമ്മീഷൻ സ്ഥാനവും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അംഗവും ഏതെങ്കിലും നിയമസഭാ സീറ്റും മോഹിക്കാത്ത 5 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഈ പാർട്ടിയുടെ പിന്നിൽ കൊടി പിടിച്ച് നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ കരുത്തെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ വളരെ വളരെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഈ G സുധാകരൻ പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങിൽ ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ G സുധാകരൻ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നാണ് അദ്ദേഹം ആ KSU എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാത്തത്. ഇതുവരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് KSU DSU എന്നാണ്. ഭുവനേശ്വറിൻ്റെ കാര്യം പറയുമ്പോൾ ഏത് അഭിമുഖത്തിലും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പറഞ്ഞത് ഒരു പറ്റം ഗുണ്ടകളാണ് കൊന്നത് എന്നാണ്. പന്തളം NSS കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ മുറിയുടെ സമീപത്ത് വെച്ച് നിലത്തടിച്ചാണ്, ഈ ചുമരിൽ ഇടിച്ചാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തലച്ചോറ് കലക്കിക്കളയുന്നത് G ഭുവനേശ്വറിൻ്റെ. അന്ന് ആ ഡിസംബറിൽ എനിക്കൊന്ന് 1977 മറ്റുമാണ് G ഭുവനേശ്വറിന് ഇത് സംഭവിക്കുന്നത്. അന്ന് അതിനുശേഷം ആ G ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തെ നമ്മളൊക്കെ ഒരുപാട് G സുധാകരൻ്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് അതിൽ നിരാശയുണ്ട് എന്നുള്ളതാണ്. സ്വന്തം അനുജൻ്റെ മരണത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ സന്തോഷമാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി G സുധാകരൻ മത്സരിക്കുന്നതും മറ്റൊരു വൈരുദ്ധ്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ സ്വതന്ത്രനായ UDFിൻ്റെ പിന്തുണയോടുകൂടി ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു.